കുരങ്ങന്മാർ കള്ളന്മാരായാൽ എന്ത് ചെയ്യും? മോഷ്ടിക്കുന്നത് വീടുകളിൽ നിർത്തിയിട്ട വാഹനങ്ങളുടെ സൈഡ് ഗ്ലാസുകളും. വയനാട് അമ്പലവയലിൽ ചെറുതല്ല നാട്ടുകാരുടെ ബുദ്ധിമുട്ട്. അമ്പലവയൽ സ്കൂൾ റോഡിലെ 20ഓളം വീട്ടുകാരാണ് കൂട്ടമായി എത്തുന്ന വാനരപ്പടയുടെ വികൃതിയിൽ ഗതികെട്ടിരിക്കുന്നത്. ചക്കയും മാങ്ങയുമൊക്കെ പറമ്പിൽ ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും വാനരക്കൂട്ടത്തിന് പ്രിയം കണ്ണാടികളോടാണ്. ഈ ഭാഗത്തെ ഭൂരിഭാഗം കാറുകളുടെ കണ്ണാടികളും വാനരപ്പട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. 2ഉം 3ഉം വട്ടം വരെ കാറിന്റെ കണ്ണാടി വാങ്ങി മാറ്റി ഗതികെട്ടിരിക്കുകയാണ് ചില വാഹന ഉടമകൾ. ഇപ്പോൾ കുരങ്ങ് വന്നിട്ട് എല്ലാ വണ്ടികളുടെയും സൈഡ് മിറർ ഗ്ലാസ് തുറന്നിട്ടുണ്ടെങ്കിൽ ഉള്ളിലുള്ള സെൻറ്ററിലെ മിറർ ഈ മിറർ എല്ലാം കുരങ്ങ് വന്നിട്ട് പൊട്ടിച്ചു പോവുക. അപ്പോൾ ഇവിടെ ഒരു 10-15ഓളം വീട്ടിൽ മുന്നിൽ നിർത്തിയിട്ടുള്ള എല്ലാ വണ്ടികളുടെയും ഒരു മറു പൊട്ടിക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് വന്നിട്ട് അടുത്ത മറു പൊട്ടിക്കും. എല്ലാവരുടെയും കാറിൻ്റെ 2 സൈഡിലെ മറു പൊട്ടിച്ചുകൊണ്ട് പോകുക. പകലാണ് വാനരപ്പട കൂട്ടമായി ഇവിടെ എത്തുന്നത്. വാഹനങ്ങളുടെ സൈഡ് കണ്ണാടികളും വീടുകളുടെ മുറ്റത്ത് വച്ചിരിക്കുന്ന മറ്റ് കണ്ണാടികളുമാണ് കുരങ്ങന്മാർ പതുങ്ങി വന്ന് ഞൊടിയിടയിൽ പൊട്ടിച്ചെടുത്ത് കൊണ്ടുപോകുന്നത്. ഇത് പിന്നീട് വയലുകളിലും കൃഷിയിടങ്ങളിലും ഉപേക്ഷിക്കും. ഈ ഗ്ലാസ് 3 പ്രാവശ്യം കുരങ്ങ് എടുത്ത് മാറ്റി കൊണ്ടുപോയി. ഒരു പ്രാവശ്യം ചില്ല് മാറ്റുമ്പോൾ 500 രൂപ വരുന്നുണ്ട്. ഗ്ലാസ് ഇല്ലെങ്കിൽ പോലീസ് നമ്മളോട് ചാർജ് ചെയ്യും. അപ്പോൾ നമുക്ക് പോലീസിനും പേടിക്കണം, കുരങ്ങിനെയും പേടിച്ച് ജീവിക്കാൻ യാതൊരു നിവൃത്തിയില്ല. റോഡ് സൈഡിലിടുകയാണ് വണ്ടി. ശല്യം രൂക്ഷമായതോടെ വാനരപ്പടയെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് വനം വകുപ്പിന് പരാതി കൊടുക്കാൻ ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ. ന്യൂസ് മലയാളം, വയനാട്.